Hello friends, welcome to the world of CMA. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. സ്റ്റഡി നോട്ട് 3 അഗ്രികൾച്ചർ ഇൻകം. സിമ്പിളാണ്, വേഗം തീർക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. ഫസ്റ്റ്, അഗ്രികൾച്ചറൽ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്, അത് മീൻ ചെയ്യുന്നത് എന്താണ്. സെക്ഷൻ 2(1)A ലാണ് അഗ്രികൾച്ചർ ഇൻകം എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഒരു ലാൻഡിൽ നിന്ന് എന്തെങ്കിലും ഒരു റെൻറ്റോ റവന്യൂ കിട്ടുവാണെങ്കിൽ, പക്ഷെ ആ ലാൻഡ് എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. അത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാൻഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ഇൻകത്തിനെയോ റവന്യൂ റെൻറ്റിനെയാണ് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന ഇൻകത്തിനെയാണ് പറയുന്നത് അഗ്രികൾച്ചർ ഇൻകം എന്ന്. അതായത് ഏതെങ്കിലും ലാൻഡിൽ നിന്ന് റെൻറ്റോ റവന്യൂ കിട്ടണം, പക്ഷേ ആ ലാൻഡ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കണം. അത് അഗ്രികൾച്ചർ വെറുതെ ഇട്ടേക്കുന്ന ഒരു ലാൻഡോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു ലാൻഡോ ആവരുത്. അത് ഉപയോഗിക്കണം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെ കിട്ടുന്ന ഒരു ഇൻകത്തിനെയാണ് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത്. ആ റെൻറ്റ് എങ്ങനെ വേണമെങ്കിലും ആവാം. ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളായിട്ട് വേണമെങ്കിലും കിട്ടാം. അതിനെക്കുറിച്ച് ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ അസസി എന്ന് പറയുന്നുണ്ട്. അസസി ആയിരിക്കാം, ഓണർ ആവാം, അല്ലെങ്കിൽ ടെനൻറ്റും ആവാം. അതും പ്രോബ്ലം ഒന്നുമില്ല. അതാണ് ഫസ്റ്റ് അഗ്രികൾച്ചർ ഇൻകം എന്നുള്ളത്. ഫസ്റ്റ് അത്. രണ്ടാമത്, ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചർ ഇൻകം ആയിരിക്കണം. ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം വേറെ തരത്തിലുള്ള ഇൻകം ആവരുത്. എന്തായിരിക്കണം? അഗ്രികൾച്ചർ ഇൻകം ആയിരിക്കണം. ഇൻകം ഡിറൈവ് ചെയ്യുന്നത് പെർഫോമൻസിൽ നിന്നാണ്. അതായത് ഒരു കൾട്ടിവേറ്റർ, കൃഷിക്കാരൻ, അല്ലെങ്കിൽ റിസീവർ ഓഫ് റെൻറ്റ് ഇൻ കൈൻഡ്, വാടക സ്വീകരിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള അയാളുടെ പെർഫോമൻസിലിരുന്നാണ് എന്ത് പറയണത്? ഇൻകം ഡിറൈവ് ചെയ്യുന്നത്. കൃഷിക്കാരനാണെങ്കിൽ കൃഷിപ്പണി ചെയ്ത് അങ്ങനെയുള്ള ഇൻകം ആവാം, അല്ലെങ്കിൽ വാടക മൂലം കിട്ടുന്ന ഇൻകം ആയിരിക്കാം, അങ്ങനെയുള്ള ഇൻകം. പിന്നെ അത്തരം ഭൂമിയിൽ നിന്ന് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം, അതായത് ആ ലാൻഡിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു വിൽപ്പന നടത്തുമ്പോൾ, സെയിൽ നടത്തുമ്പോൾ കിട്ടുന്ന ഇൻകം. അതായത് കൃഷിക്കാരൻ എന്തെങ്കിലും ഒരു അവിടെ നട്ട് വളർത്തി അവനത് വിൽക്കുമ്പോൾ കിട്ടൂലേ, അങ്ങനെയുള്ള ആ സെയിൽ കിട്ടുന്ന ഇൻകം. അല്ലെങ്കിൽ അയാൾ അത് എന്തെങ്കിലും ഒന്ന് വാടകയ്ക്ക് കൊടുത്തിട്ട് അങ്ങനെ കിട്ടുന്ന ഇൻകം, അതെല്ലാം അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് വരാം. പിന്നെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഒരു ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമ്പോൾ പറയും ഹൗസ് പ്രോപ്പർട്ടിയിൽ വരൂല്ലേന്ന്. അതിന് ഇതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ബിൽഡിംഗ് എന്ന് പറയുന്നത് അതൊരു കൃഷിക്കാരൻ്റെയോ വാടക സ്വീകരിക്കുന്ന ആളുടെയോ പക്കലുണ്ടായിരിക്കണം. ആ ബിൽഡിംഗ് എന്നുള്ളത് കൃഷിക്കാരൻ്റെയോ വാടക സ്വീകരിക്കുന്ന ആളുടെയോ പക്കലുണ്ടായിരിക്കണം. ബിൽഡിംഗ് എവിടെ ആയിരിക്കണം? ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ അയാൾ ആ കൃഷി ചെയ്യണ ആ ഭൂമിയുടെ അടുത്ത് തന്നെ ആയിരിക്കണം ബിൽഡിംഗ് നിൽക്കണത്. അല്ലാണ്ട് കൃഷിഭൂമി വേറൊരു സ്ഥലത്തും ബിൽഡിംഗ് വേറൊരു സ്ഥലത്തും ആയിരിക്കരുത്. ബിൽഡിംഗ് ഡ്വെല്ലിംഗ് ഹൗസോ സ്റ്റോർ ഹൗസോ അല്ലെങ്കിൽ അതേപോലെയുള്ള അതർ ഔട്ട്ലെറ്റ് ബിൽഡിംഗ് ആയിട്ട് അതർ ഔട്ട് ബിൽഡിംഗ് ആയിട്ടായിരിക്കണം ഉപയോഗിക്കുന്നത്. വേറെ ഒന്നിനും ഈ ബിൽഡിംഗ് ഉപയോഗിക്കരുത്. ഡ്വെല്ലിംഗ് ഹൗസായിട്ട് ഉപയോഗിക്കാം, സ്റ്റോർ ഹൗസായിട്ട് ഉപയോഗിക്കാം. അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്താനായിട്ട് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞിട്ട് അത് അഗ്രികൾച്ചർ ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല അല്ലേ. അപ്പോൾ ആ കൃഷി ചെയ്യണ ആ ഭൂമിയിലെ ഒരു സാധനം കൊണ്ടുപോയി അതിലേക്ക് വെക്കാനായിട്ട് സ്റ്റോർ ഹൗസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ താമസിക്കാനായിട്ട് ഉപയോഗിക്കാം, അങ്ങനെയുള്ളത്. അതായത് അവർ തന്നെ കൃഷിക്കാരൻ. ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയ. ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യണ എവിടെയായിരിക്കണം? റൂറൽ ഏരിയയിലായിരിക്കണം, അല്ലെങ്കിൽ അർബൻ ഏരിയയിലായിരിക്കണം. അർബൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? അസസിക്ക് ലാൻഡ് റവന്യൂ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ, ലോക്കൽ റേറ്റ് അതെല്ലാം അത് കണക്കാക്കുന്നുണ്ട്. അതായത് ലാൻഡ് റേറ്റ് എന്താണ്, അവിടുത്തെ റേറ്റ്, അതിൻ്റെ ഇത് പരിധി, ഡിസ്റ്റൻസ് എല്ലാം അത് കണക്കാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അർബൻ ഏരിയ എന്താണെന്നുള്ളത് നമുക്കിവിടെ പഠിക്കുന്നുണ്ട്. അതായത് അർബൻ ഏരിയ എന്ന് പറഞ്ഞ് ഇത് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? മോർ ദാൻ 10,000 കൂടുതൽ വേണം. അതായത് പോപ്പുലേഷൻ ഇൻ മുനിസിപ്പാലിറ്റിയിലോ കണ്ടോൺമെൻറ്റ് ബോർഡിലോ പോപ്പുലേഷൻ 10,000 കൂടുതലുണ്ടായിരിക്കണം. പക്ഷേ 1 lakh കൂടാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി ഓ കണ്ടോൺമെൻറ്റ് ബോഡി ട്രീറ്റഡ് ആസ് റൂറൽ ഏരിയ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ആയിരിക്കണം? അപ് ടു 2 kilometer വരെ ആയിരിക്കണം. പിന്നെ 1 lakh പോപ്പുലേഷൻ 1 lakhൽ കൂടിയ
പക്ഷേ 10 ലാഖിൽ കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അപ് ടു 6 കിലോമീറ്ററിലായിരിക്കണം. മോർ ദാൻ 10 ലാഖിൽ കൂടിയാണെങ്കിൽ അപ് ടു 8 കിലോമീറ്റർ വരെ വരാം. അതിനെയാണ് എന്ത് പറയണത്, അർബൻ ഏരിയ എന്ന് പറയണത്. ഓക്കെ. ഇനി ലാൻഡും ബിൽഡിംഗ് ഉപയോഗിക്കുന്നത് നോൺ അഗ്രികൾച്ചർ പർപ്പസിനാണെങ്കിൽ, ലാൻഡും ബിൽഡിങ്ങും ഉപയോഗിക്കുന്നത് നോൺ അഗ്രികൾച്ചർ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ അതിന് അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്, അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് വരില്ല. ലാൻഡും ബിൽഡിംഗ് ഉപയോഗിക്കുന്നത് നോൺ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് വരില്ല. പിന്നെ എന്താണ്, ക്രോപ്പ് സ്റ്റോർ ചെയ്യുന്നതിനായിട്ട്, ക്രോപ്പെല്ലാം സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് കൊടുത്ത് അതിലൂടെ ഇൻകം കിട്ടുന്നത് ആണെങ്കിൽ അതും അഗ്രികൾച്ചർ ഇൻകം അല്ല. നമ്മളുടെ ഒരു ബിൽഡിംഗ് വെറുതെ കിടക്കുന്നുണ്ട്, അത് നമ്മളവിടെ കൃഷിയും ചെയ്യണില്ല, പക്ഷേ വേറെ ആരോ കൊണ്ടുവന്ന് അതിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് ഒരു വാടക കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചർ ഇൻകം അല്ല. റെന്റ്, റവന്യൂ എന്നിവ ലാൻഡിൽ നിന്ന് കിട്ടണമെങ്കിൽ ബിൽഡിംഗ് ലാൻഡ് ഹോൾഡറിൻ്റെ കൈവശമായിരിക്കണം. ബിൽഡിംഗ് ആരുടെ കൈവശമായിരിക്കണം, ലാൻഡ് ഹോൾഡറിൻ്റെ കൈവശമായിരിക്കണം. അതല്ലെങ്കിൽ കൃഷിക്കാരനോ വാടക സ്വീകരിക്കുന്ന ആളോ ആണെങ്കിൽ ബിൽഡിംഗ് അയാളുടെ കൈവശം ഉണ്ടായാൽ മതി. പിന്നെ അതിൻ്റെ നോട്ട് എന്താ, പ്രോഫിറ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചർ ഇൻകം. പിന്നെ അഗ്രികൾച്ചർ ആക്ടിവിറ്റി അഗ്രികൾച്ചർ ഇൻകവും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടാവണം. അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, മൾബറി ലീവ്സ് വളർത്തുന്നത് സിൽക്ക് വോമിന് തീറ്റ കൊടുക്കാനാണ്. സിൽക്ക് വോമിന് തീറ്റ കൊടുക്കുന്നത് എന്തിനാ, അതിനെ വളർത്തി കഴിയുമ്പോൾ അതിൽ നിന്ന് സിൽക്ക് കൊക്കൂൺസ് ഉണ്ടാവുന്നു. അപ്പോൾ സിൽക്ക് കൊക്കൂൺസ് ആണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. മൾബറി ലീവ്സോ സിൽക്ക് വോംസോ അല്ല, സിൽക്ക് കൊക്കൂൺ കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സിൽക്ക് കൊക്കൂൺ കിട്ടുന്ന ഇൻകം എന്താണ്, അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് കണക്കാക്കില്ല. ഓക്കെ. ഇനി അപ്പോൾ ആ ഒരു ഇതാണ്, അതായത് അഗ്രികൾച്ചർ ആക്ടിവിറ്റി അഗ്രികൾച്ചർ ഇൻകം തമ്മിൽ എല്ലാം നമ്മൾ ഇപ്പോൾ സിൽക്ക് കൊക്കൂൺ അല്ലേ, അതപ്പോൾ അഗ്രികൾച്ചർ അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തത് എന്താണോ പ്രവൃത്തി അതനുസരിച്ചാണ് കിട്ടുന്നത്. അടുത്തത് കാർഷിക പ്രവർത്തനം, കാർഷിക ആവശ്യങ്ങൾക്ക് ഇത് എവിടെ, അതായത് അഗ്രികൾച്ചർ ഓപ്പറേഷൻ എന്താണ്, അഗ്രികൾച്ചർ പർപ്പസ് എന്താണെന്നുള്ളത് എവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് സുപ്രീം കോർട്ട് തന്നിട്ടുണ്ട്. CIT വെസ് രാജാ ബിനോയ് കുമാർ സാഹ റോയ് അവരുടെ കേസ് നടന്നപ്പോൾ അതിൽ നിന്ന് അഗ്രികൾച്ചർ ആക്ടിവിറ്റീനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് ഒന്ന് ബേസിക് ഓപ്പറേഷനും ഇനി ഒന്ന് സബ്സിക്വന്റ് ഓപ്പറേഷനും ആണെന്നാണ് പറയുന്നത്. ബേസിക് ഓപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിത്ത് മുളയ്ക്കുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ അധ്വാനവും കഠിന പ്രയത്നമൊക്കെ നൽകണം. അതായത് ഭൂമിയിൽ എന്തിട്ടാലും അത് മുളച്ചു വരും അല്ലേ, അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട, അത് തനിയെ ഉണ്ടാവും. അപ്പോൾ ആ തനിയെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അത് അഗ്രികൾച്ചറായിട്ട് പറയാൻ പറ്റുമോ? അത് നമ്മുടെ ഒരു പ്രവർത്തനം അതിൽ നടന്നിട്ടില്ല അല്ലേ, നമ്മളൊന്നും അതിന് ചെയ്തിട്ടില്ല. ഭൂമിയിൽ ഒരു സംഭവം ഇട്ടു, അത് വളർന്നു വരും, അതിൽ നമുക്ക് എന്താ ഉള്ളത്, നമുക്കൊന്നുമില്ല. അങ്ങനെയുള്ള ഒന്നാവരുത്. എന്ത് ചെയ്യണം, നമ്മൾ അതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ. ഒന്ന് അതിന് തടം കൊടുക്കണം, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒന്ന് വെട്ടി കുഴിച്ച് മാറ്റി ഇതൊക്കെ മാറ്റണം, ഒക്കെ ചെയ്യണം, നനക്കണം, അങ്ങനെയുള്ളതൊക്കെ ചെയ്യണം. അപ്പം അതിൻ്റെ എക്സാമ്പിൾ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്, എന്തെങ്കിലും പ്ലാന്റിങ്ങോ ഇറിഗേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ബേസിക് ഓപ്പറേഷനിൽ വരും. ആ ബേസിക് ഓപ്പറേഷൻ ആയിരുന്നാൽ മാത്രമേ അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടായിട്ട് തിരിക്കണമെങ്കിൽ ഒന്ന് ബേസിക് ഓപ്പറേഷൻ, ഇനി എന്താണ്, ഇനി ഒന്ന് സബ്സീക്വന്റ് ഓപ്പറേഷനാണ്. സബ്സീക്വന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്താണ്, അഗ്രികൾച്ചർ ഓപ്പറേഷൻ അല്ല, അഗ്രികൾച്ചർ ആക്ടിവിറ്റി അല്ല. ഇന്ന് വെച്ചാൽ എന്താണ് സബ്സീക്വന്റ് ഓപ്പറേഷൻ, എന്താണ്, വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് അഗ്രികൾച്ചർ അതുമൂലം എന്ത് ചെയ്യുന്നു, നമുക്ക് ആ വിത്തൊക്കെ വളർത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ആ വിത്ത് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പോയി മാർക്കറ്റിൽ കൊണ്ടുപോയി സെയിലാക്കുന്നു. പിന്നെ എന്തായിരുന്നു, അതൊക്കെ നമ്മൾ എന്താ ചെയ്യണത്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യും, അതിനും എക്സാമ്പിളായിട്ട് അവർ പറയുന്നുണ്ട്, എന്ത് ചെയ്യും, ഡിഗിങ് ദ സോയിൽ അറൗണ്ട് ദ ഗ്രോത്ത്, റിമൂവൽ ഓഫ് അൺഡിസൈറബിൾ അണ്ടർ ഗ്രോത്ത്, വീഡിങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, കട്ടിങ്, ഹാർവസ്റ്റിംഗ് എക്സെട്ര എന്തെങ്കിലുമൊക്കെ അല്ലേ. അപ്പോൾ അതിനെ ഒരിക്കലും നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇനി സബ്സിക്വന്റ് ഓപ്പറേഷൻ ടുഗദർ വിത്ത് ബേസിക് ഓപ്പറേഷൻ്റെ കൂടെയാണ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനെ അഗ്രികൾച്ചർ ഓപ്പറേഷൻ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് അഗ്രികൾച്ചർ ഓപ്പറേഷൻ, എന്താണ് നോൺ അഗ്രികൾച്ചർ ഓപ്പറേഷൻ എന്നുള്ളത് മനസ്സിലായി അല്ലേ.
ഇപ്പോൾ ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ട് ഹെഡ് എന്നുള്ള വിധത്തിൽ പഠിക്കും, സാലറി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെ ഫസ്റ്റ് ഇതിൽ ചുമ്മാ റഫായിട്ട് പറഞ്ഞു പോയി. അപ്പോൾ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിലല്ലേ വരുന്നത് എന്നുള്ള ആ ഒരു ഇത് ഇവിടെ വെച്ച് കുറച്ചൊന്ന് കുറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാണ്? എല്ലാ ബിൽഡിങ്ങും ആണെന്നുണ്ടെങ്കിൽ റെൻറ്റ് കിട്ടണ ഒന്നും അഗ്രികൾച്ചറായിട്ട് വരില്ല. അവിടെ എന്തായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. അതേപോലെ തന്നെ കൃഷി ഭൂമിയുടെ അടുത്തായിരിക്കണം ആ ബിൽഡിങ്. അതേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ അവിടെ താമസിക്കാൻ വേണ്ടിയായിരിക്കണം, ആ കൃഷി ചെയ്യണവർക്ക് താമസിക്കാൻ വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോർ ഹൗസ് ആയിട്ടായിരിക്കണം ഉപയോഗിക്കാൻ പറ്റണത്. അങ്ങനെ ഉപയോഗിക്കുന്നതിന് മാത്രം ബിൽഡിങ്ങിനെ മാത്രമേ എന്തായിട്ട് പറയുള്ളൂ? അഗ്രികൾച്ചർ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആയിട്ട് പറയുള്ളൂ. അതിൽ നിന്ന് ഇൻകം കിട്ടുമ്പോൾ മാത്രമേ ഈ അഗ്രികൾച്ചർ എന്നുള്ള ആ ഹെഡിൽ വരുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ അഗ്രികൾച്ചർ ലാൻഡ് എന്നാന്നുള്ള ഡൗട്ടും തീർന്നു അല്ലേ. അഗ്രികൾച്ചർ ലാൻഡ് എന്നല്ല, എല്ലാ ലാൻഡിനും നമുക്ക് അഗ്രികൾച്ചർ എന്ന് പറയൂല, എങ്ങനെയൊക്കെയുള്ള ലാൻഡിനെ പറയുള്ളൂ എന്നുള്ള ആ ഡൗട്ടും തീർന്നു. ആ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കണത് എന്താണ്? ലാൻഡ് എന്നുള്ളത് റെൻറ്റും റവന്യൂവും കിട്ടണം. റെൻറ്റ് അല്ലെങ്കിൽ റവന്യൂ കിട്ടാം, പക്ഷെ അത് ഇന്ത്യയിലായിരിക്കണം. അത് അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് റെൻറ്റോ റവന്യൂ കിട്ടണം. ആ ലാൻഡ് കൊടുത്തിട്ട് അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് റെൻറ്റോ റവന്യൂ കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്തായിട്ട് എടുക്കുകയുള്ളൂ? അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് എടുക്കുകയുള്ളൂ. റെൻ്റ് എന്നുള്ളത് എങ്ങനെ വേണമെങ്കിലും കിട്ടാമെന്ന് പറഞ്ഞു അല്ലേ. ക്യാഷ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനമായിട്ട് കിട്ടാം. പണ്ടൊക്കെ ബാർട്ടർ സിസ്റ്റം എന്ന് പറയും, അതേപോലെ ആയിട്ടും കിട്ടാം. അസസി എന്ന് പറഞ്ഞാൽ ഓണർ ആവാം, ടെനൻ്റ് ആവാം, ആരും ആവാം. അപ്പം നമുക്ക് അഗ്രികൾച്ചർ ഇൻകം എന്താണ്, അതിൽ നിന്നുള്ള അഗ്രികൾച്ചർ ബിൽഡിംഗ് എന്താണ്, ലാൻഡ് എന്താണ് അല്ലേ, അതിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഇത് അതിൻ്റെ ഡെഫിനിഷനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സുപ്രീം കോടതി ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ട് പാർട്ടായിട്ട് തിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അഗ്രികൾച്ചർ ആക്ടിവിറ്റീനെ. ഒന്ന് ബേസിക് ഓപ്പറേഷൻ എന്നും ഒന്ന് സബ്സിക്വൻറ്റ് ഓപ്പറേഷൻ എന്നും രണ്ടായിട്ട് തിരിക്കേണ്ടെന്ന് പറഞ്ഞു. ബേസിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആക്ടിവിറ്റി തന്നെയാണ്. കാരണം ഒരു വിത്ത് ഉണ്ടാക്കണം, ഭൂമിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് അത് വിത്തായി. പക്ഷെ അത് നമ്മളുടെ അധ്വാനം വരുമ്പോഴേ അതിൽ ഇതാവുള്ളൂ. നമ്മുടെ അധ്വാനം ഉണ്ടെങ്കിൽ അത് അഗ്രികൾച്ചർ ഓപ്പറേഷനായിട്ട് എടുക്കാം. ബേസിക് ഓപ്പറേഷൻ ഇല്ല, നമ്മുടെ അധ്വാനം ഇല്ല, അത് നമ്മളത് മുത്ത് വളിച്ച് ഫലം ഉണ്ടായി, അതുകൊണ്ട് ഇപ്പോൾ ഒരു ചക്കക്കുരു അവിടെ മുളച്ച് ചക്ക ഉണ്ടായി, കുറേ ചക്ക ഉണ്ടായി, അതുകൊണ്ട് മാർക്കറ്റിൽ പോയി വിറ്റു എന്ന് പറയാം. വിൽക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പ്രവർത്തനം നടത്തുവാണ്. അതിനെന്താണ്? നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റിയാണ് അല്ലേ. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. അതുവാ തനിച്ച് അല്ലെ, ഭൂമിയിലിട്ട് എന്തോ ഒരു സംഭവവും അതുവാ വളരും. അതെന്നല്ലാണ്ട് അത് നമ്മൾ കാത്ത് സംരക്ഷിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പക്ഷേ ഈ രണ്ടും കൂടി ഉണ്ടെങ്കിലോ, സബ്സിക്വൻറ്റ് ഓപ്പറേഷൻ ടുഗദർ വിത്ത് ബേസിക് ഓപ്പറേഷനും കൂടി വരുവാണെന്നുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആയിട്ട് എടുക്കുകയും ചെയ്യും. ഓക്കെ.